ആരാണ് കേരള നടനം പെർഫോം ചെയ്യുന്നത്? പേരും എല്ലാം പറയൂ, സ്വയം പരിചയപ്പെടുത്തു. പേര് ഇഷിക രതീഷ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്, പൂജപ്പുര. പിന്നെ എന്നെ പഠിപ്പിച്ചത് നടനഭൂഷണം പേയാട് അജയൻ സാറാണ്. അതേപോലെ ചിത്ര ടീച്ചറും ഉണ്ട്. അതേപോലെ സാറിൻ്റെ രണ്ട് മക്കളും രണ്ടും എൻ്റെ ചേച്ചിമാരാണ്. അവർ രണ്ടുപേരും ഒരേപോലെ ഒത്തിരി മെൻറ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഗൈഡൻസിലും ഒത്തിരി ആ ഒരു മെൻറ്റർഷിപ്പിലുമാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിയുന്നത്. പേര് പറഞ്ഞില്ല. ഇഷിക രതീഷ്. ഇഷിക രതീഷാണ് കേരള നടനം പെർഫോം ചെയ്യുന്നത്. ഈ കലോത്സവത്തിൽ എത്തുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കോസ്റ്റ്യൂമും പെൺകുട്ടികൾ ഏറ്റവും സുന്ദരമായിട്ട് കാണുന്നത് ഈ കേരള നടനം ഇതിലാണെന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? അപ്പൊ ഇതിന്റെ റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു. എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് കിട്ടി, 3000 രൂപ കിട്ടി. സന്തോഷം. അപ്പീലിലായിരുന്നു ഞാൻ, ജില്ലയിൽ നിന്ന് അപ്പീലിലാണ് വന്നത്. വീണ്ടും ഒരു അപ്പീലിലൂടെ. അപ്പൊ അപ്പീലിന് എത്രയാ പൈസ കൊടുത്ത? 5000? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം 10000 രൂപ നമ്മൾ അടയ്ക്കണം. അവിടുന്ന് 5000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഫീസ് ആയിട്ടാണ് ലോവർ അപ്പീൽ കമ്മിറ്റിയിൽ നമ്മൾ അടയ്ക്കണം. അപ്പം അവിടെ കളിച്ച കുട്ടിയെക്കാട്ടിലും ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോയിന്റ്സിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ വിഷമം. കാരണം അപ്പീലിലൂടെ വരുന്നു, അപ്പീലിലൂടെ അവരുടെ പ്രതിഭ തെളിയിക്കേണ്ടി വരുന്ന ഒരു ദുർവിധി. പക്ഷേ നമുക്ക് ഈ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ കലയുടെ കാര്യത്തിൽ ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നമുക്കൊരു അധികം നീട്ടാനും പറ്റില്ല. കലോത്സവം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഒരാളെ കണ്ടെത്തണമെങ്കിൽ ചില കടുത്ത തീരുമാനങ്ങൾ വരും. പക്ഷെ അത്തരം തീരുമാനങ്ങളെ പുനർചിന്തിക്കാനുള്ള ഒരു അവസരം കൂടി അപ്പീൽ ഒരുക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് വശം കൂടി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഋഷികയ്ക്ക് ആ ഒരു കഴിവ് തെളിയിക്കാൻ സാധിച്ചു, മിടുക്ക് തെളിയിക്കാൻ സാധിച്ചു. അതൊരു പുതിയൊരു നല്ലൊരു കാര്യമാണ്. കാരണം പ്രതിബന്ധങ്ങൾ ഒന്നും അവസാന വാക്കല്ല എന്നുള്ള നല്ലൊരു സന്ദേശം കൊടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഒരു ട്രാക്ക് റെഡി ആയി കാണാം. ഓക്കെ, നമുക്ക് എന്തായാലും കേരള നടനം കാണാം. ഓൾ ദ ബെസ്റ്റ്. മൃത്യോർമൃത്യോക്ഷരം കൊണ്ടലറിയുടെ നടുക്കാശുപാർദ്ധന്റെ നേരെ കേട്ടിട്ടുള്ള കാട്ടാളൻ ഞാൻ, സ്പഷ്ടമേ നിങ്ങളുടെ ചട്ടവട്ടങ്ങളെ വരും കൂട്ടമേ, നിങ്ങൾ പുലയാട്ടുള്ളവരല്ലോ. പെട്ടൊരർജുനനഹം വിഷ്ടവേഗ ഗുരുമട്ടലാരംഭനേ, എട്ടു ദിക്കിലും പുകൾ പെട്ടൊരർജുനനഹം വിഷ്ടവേഗ ഗുരുമട്ടലാ
ആക്കിയ പുരാന്തനുടെ ഭജനേ. യെസ് ഇഷിക, വെൽ ഡൺ. Thank you, നല്ല thank പെർഫോമൻസ്. താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. മിഥുൻ, അതെ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ആ ചെറിയൊരു സ്നേഹോപഹാരം കൊടുക്കണ്ടേ ഇഷികയ്ക്ക്? ഉണ്ട്. ഇഷിക ഇതൊന്നും അല്ല കളിച്ചതിന്. ഇത് ചുമ്മാ ഇവിടെ വന്നതിന്റെ ഒരു അതെ, സ്നേഹം, പക്ഷേ എങ്കിലും നമ്മുടെ സ്നേഹം. വന്ന സ്ഥിതിക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുക. ഇഷികയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഇപ്പോഴും വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ. ഇനി ഇങ്ങനെ ഒരു വേദി എനിക്കില്ല, കാരണം ഞാൻ +2-ലാണ്. പക്ഷെ അങ്ങനെ പറയരുത്. സ്കൂൾ സംസ്ഥാന കലോത്സവം കഴിഞ്ഞു, നമുക്ക് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കാണണം. നമ്മൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കാണും അടുത്ത്. ഇനി അവിടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് റെഡിയായി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ജീവിതം മുഴുവൻ പോരാടുക കലയ്ക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു. All the best. Congratulations once again.